വാർത്തകൾ വിശദമായി നോക്കാം. ചികിത്സാ പിഴവ് കാരണം 1.5 വയസ്സുകാരി മരിച്ചതായി ആരോപണം. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ആശുപത്രിയിലാണ് സംഭവം. ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് പെൺകുഞ്ഞിനെ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ ആവി കൊടുത്ത ശേഷം വീട്ടിലേക്ക് മടക്കി അയച്ചു. വീട്ടിലെത്തുമ്പോഴേക്കും കുട്ടിക്ക് ബോധം നഷ്ടമായി. തുടർന്ന് മരണം സംഭവിച്ചു എന്നാണ് ആരോപണം. ബന്ധുക്കളും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങൾ വി വിനോദ് നൽകും. വി വിനോദ്, ഇത് കേരളത്തിലൊരു തുടർക്കഥയാകുകയാണ്. ഈ ചികിത്സാ പിഴവ് മൂലം കുട്ടികൾ മരിക്കുന്നു അല്ലെങ്കിൽ രോഗികൾ മരിക്കുന്നു എന്നത് ഒരു തുടർക്കഥയാകുന്ന സംഭവമാണ്. അത്തരം പരാതികൾ നിരവധി വരുന്നുമുണ്ട്. ഈ നെടുമങ്ങാട് എന്താണ് സംഭവിച്ചത്? മനു, 1.5 വയസ്സുള്ള പെൺകുഞ്ഞ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. നെടുമങ്ങാട് തന്നെ സ്വദേശികളായ സുജിത്ത് സുകന്യ ദമ്പതികളുടെ മകൾ ആർച്ചയാണ് മരിച്ചത്. ആർച്ചയെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയെ അവിടെ എത്തിച്ചത്. അവിടെ ആവി കൊടുക്കുന്നതടക്കമുള്ള ചില ചികിത്സകൾ നടത്തിയ ശേഷം വീട്ടിലേക്ക് അയച്ചു. വീട്ടിലെത്തിയപ്പോൾ അബോധാവസ്ഥയിലായി. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. കൃത്യമായ ചികിത്സയോ പരിശോധനയോ ആശുപത്രിയിൽ ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. മരണശേഷം ഏതാണ്ട് 1 മണിക്കൂറിലധികം കാഷ്വാലിറ്റിയിൽ തന്നെ മൃതദേഹം ഇട്ടിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ കാര്യമായ നടപടികൾ സ്വീകരിക്കാതെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാതെ അവിടെ സൂക്ഷിച്ചു എന്ന പരാതിയും ഇതിനിടെ ഉയർന്നു. ഒടുവിൽ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടാണ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത്. ഏതായിരുന്നാലും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. 1.5 വയസ്സുകാരിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല, കാര്യമായ പരിശോധനയോ ചികിത്സയോ സർക്കാർ ആശുപത്രിയിൽ ലഭിച്ചില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. ഇപ്പോൾ ബന്ധുക്കളും പ്രദേശത്തെ പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ നെടുമങ്ങാട് ആശുപത്രിയിലെത്തി പ്രതിഷേധിക്കുകയാണ്. മനു, സാധാരണ ഈ ശ്വാസ ബുദ്ധിമുട്ട് എത്തുമ്പോൾ അവരെ നിബുലൈസ് ചെയ്യുക തുടങ്ങിയ പരിപാടികളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സാ രീതികളാണ് ആശുപത്രിയിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ചെറിയ കുട്ടിയാകുമ്പോൾ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. വളരെ ഒട്ടും ഗൗരവം നൽകാതെ ഇത് കൈകാര്യം ചെയ്തു എന്നാണോ അവരുടെ ആക്ഷേപം? ആ നിലയ്ക്കാണ് പരാതി വരുന്നത്. കാരണം കുഞ്ഞിനെ കൊണ്ടുവന്നെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൃത്യമായ പരിചരണമോ ചികിത്സയോ. വിനോദിലേക്ക് ഒരു നിമിഷം കൊണ്ട് മടങ്ങി വരാം. ഇപ്പോൾ പൊതുപ്രവർത്തകനായ മിഥുൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഈ ആവി കൊടുത്തുവിട്ടു എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു സാങ്കേതിക അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഒരു ശ്വാസതടസ്സമുള്ള ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ച് 1.5 വയസ്സുകാരിക്ക് ആവി കൊടുത്തു വിട്ടു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിലവിൽ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലാണ്. നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്ടർമാരോ പരിഹരിക്കാനുള്ള സ്റ്റാഫോ നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മാസങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ പല പരിപാടികളും പല പ്രക്ഷോഭങ്ങളുമായിട്ട് ഇവിടെ പോകുന്നുണ്ട്. ഇന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ രാവിലെ കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും എന്നാൽ ഇവർ പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ല. ഇവർ ആവി കൊടുത്തു, അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് കുട്ടിക്ക് വേറെ അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കുട്ടിയെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. അവരുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ച് അവർ തിരിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി കുഞ്ഞിന് ആഹാരം കൊടുത്തു. ഈ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞിന് വീണ്ടും സുഖമില്ലാതാവുകയും വീണ്ടും ആ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തത്. അപ്പോഴേക്കും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിലും വിഷമം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ച സമയത്ത് സൂപ്രണ്ട് നിലവിൽ സ്ഥലത്തില്ല. ഒരു ഡോക്ടറെ കാണാൻ നോക്കിയപ്പോൾ ഒരു ജില്ലാ ഹോസ്പിറ്റലാണ്. ജില്ലാ ഹോസ്പിറ്റൽ ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ഡോക്ടർ മാത്രമാണ് ഈ ജില്ലാ ഹോസ്പിറ്റലിലുള്ളത്. അതിനുശേഷം ഒരു 3 മണിക്കൂറോളം ആ കുഞ്ഞിനെ ഈ കാഷ്വാലിറ്റിയിൽ വെച്ചുകൊണ്ടിരുന്നു. അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും പോലീസുകാരും മറ്റാരോ വന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. 3 മണിക്കൂറിന് ശേഷം ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് ആ പൊതുപ്രവർത്തകരാണ് ആ കുഞ്ഞിനെ നേരെ എടുത്ത് മോർച്ചറിലേക്ക് മാറ്റേണ്ട അവസ്ഥ വന്നത്. അല്ലാതെ 3 മണിക്കൂർ ആ കുഞ്ഞ് കാഷ്വാലിറ്റിയിൽ ഇരുന്ന് ആലോചിക്കുമ്പോഴേ ഇത് കേരളമാണ് നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് മരിച്ച് 3 മണിക്കൂർ കാഷ്വാലിറ്റിയിൽ ആരും ഇല്ലാത്ത ഒരു അനാഥ കുഞ്ഞിനെ പോലെ കിടക്കേണ്ടി വന്നു. പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് ഇത് വിഷമമുണ്ട്. നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് വർഷങ്ങളായി. പക്ഷേ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, സ്റ്റാഫുകളില്ല. വളരെ വലിയ ദുരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സൂപ്രണ്ടിനെ പോലും നിലവിൽ ഇതുവരെ ഈ ഒരു സമയം വരെ സൂപ്രണ്ട് പോലും വന്നിട്ടില്ല. കുഞ്ഞ് മരിച്ച് 3 മണിക്കൂറിന് ശേഷമാണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കയ്യിലാണ് ആ കുഞ്ഞിനെ നേരെ എടുത്ത് ഇവിടുത്തെ മോർച്ചറിലേക്ക് മാറ്റുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ.
ഇത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഈ സൂപ്രണ്ടും അവരൊക്കെ ഉണ്ടാകാതിരുന്നത്? ആളുകൾ അവധിയെടുത്തു പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഈ നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും, ഇതൊരു മലയോര പ്രദേശമാണ്. സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡോക്ടർമാരുണ്ടെന്ന് നോക്കിയാൽ ഇത് ആലോചിക്കണം. ഇതൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ല, ഇതൊരു താലൂക്ക് ഹോസ്പിറ്റലല്ല, ഇതൊരു ജില്ലാ ഹോസ്പിറ്റലാണ്. ഈ ജില്ലാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ വേണം, അതിനുള്ള ഡോക്ടർമാർ വേണം, അതിനുള്ള സ്റ്റാഫ് വേണം. നിലവിൽ ഇവിടെ അതിനുള്ള സ്റ്റാഫും ഇല്ല, ഡോക്ടർമാരും ഇല്ല. ഇത് പരാതി പറഞ്ഞ് ഞങ്ങൾ തന്നെ മടുത്ത കേസാണ്. പക്ഷെ ഇന്ന് ഈ കുഞ്ഞിനുണ്ടായ ഒരു വിഷയം ഇനി ഈ ഹോസ്പിറ്റൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിലവിൽ അതിനുള്ള ഡോക്ടർമാരും സജ്ജീകരണങ്ങളും ഇവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം. ഇതൊരു ജില്ലാ ഹോസ്പിറ്റലായിട്ട് ഉയർത്തിയിട്ട് എന്റെ അറിവ് 5 വർഷത്തിലധികമായി. പക്ഷെ നിലവിൽ അതിനുള്ള സ്റ്റാഫ് ഇല്ല. ഇന്ന് തന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നതിന് ശേഷം നോക്കിയപ്പോൾ തന്നെ ഇവിടെ 10-100 ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി, പനിയും മറ്റു ചികിത്സയ്ക്കും വേണ്ടി. അവരെ നോക്കാനുള്ള ഡോക്ടർമാർ പോലും ഇവിടെ ഇല്ല. നിലവിൽ 1-2 ഡോക്ടർമാരാണ് ഇന്നത്തെ ദിവസം ഈ ജില്ലാ ഹോസ്പിറ്റലിലുള്ളത്. ഈ അവിടെ ഉള്ള ഡോക്ടർമാർ എന്താണ് പറയുന്നത് മിഥുൻ? ഇത് എന്ത് കൃത്യമായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. കുഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോൾ എന്തെങ്കിലും പറ്റിയതായിരിക്കാം, പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നുള്ള നിലയാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അതിനുശേഷം ആ കുഞ്ഞ് പോലും 3 മണിക്കൂർ ആ കുഞ്ഞിനെ ആ കാഷ്വാലിറ്റിയിൽ വെറുതെ ആ സ്ട്രെച്ചറിൽ അവിടെ കിടത്തിയിരുന്നു എന്ന് പറയുമ്പോഴേ ഇവിടുത്തെ സ്റ്റാഫിന്റെ അനാസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം. കുഞ്ഞ് മരിച്ചു, എന്തുകൊണ്ടാകട്ടെ, ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് എന്തുകൊണ്ടാണെന്ന് തെളിയട്ടെ, പ്രശ്നമില്ല. ആ കുഞ്ഞ് മരിച്ചിട്ട് ആ കുഞ്ഞിനെ ഒന്ന് മോർച്ചറിയിലേക്ക് മാറ്റാൻ പോലും ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം ഇവിടുത്തെ അവസ്ഥ. ഞാൻ വിഷ്വൽസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പൊതുപ്രവർത്തകർ, സാധാരണക്കാരെല്ലാവരും കൂടെ ആ കുഞ്ഞിനെ അവസാനം ഇവിടെ വഴക്കുണ്ടാക്കിയിട്ട് കുഞ്ഞിനെ കൈക്കെടുത്തിട്ടാണ് നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണ ഈ ശ്വാസം മുട്ടലൊക്കെ വന്നാൽ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു പക്ഷേ ഈ നിബുലൈസ് ചെയ്യാനും അതായിരിക്കും നിങ്ങൾ ആവി പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം കുറച്ചു നേരം അവരെ നിരീക്ഷണത്തിൽ വെക്കുക എന്നൊരു രീതി പല ആശുപത്രികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായില്ലേ? കഴിഞ്ഞ ഉടനെ പൊയ്ക്കോളൂ എന്ന് പറയുകയാണോ ചെയ്തത്? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ മിഥുൻ, ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല? അതിന്റെ നീക്കങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എടുക്കുന്നില്ലേ? പരാതി 11 മണിക്ക് കുഞ്ഞ് മരിച്ചതായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഗാർഡ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും വന്ന് ഈ പരാതി അറ്റൻഡ് ചെയ്തില്ല എന്നാണ് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം. അതിനുശേഷം പൊതുപ്രവർത്തകർ പ്രശ്നം ഉണ്ടാക്കി ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന് തോന്നിയ സമയത്താണ് പോലീസ് വരുന്നതും ഇവിടുത്തെ മറ്റ് ആൾക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് മുന്നോട്ട് പോയത്. ഇപ്പൊ നിലവിൽ അവരുടെ പാരന്റ്സ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റ് ഏജൻസീസ് ഇപ്പം ഈ കുഞ്ഞിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്നുള്ളത് ഈ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞങ്ങളത് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ മിഥുൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവര് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ഒരുപക്ഷെ ഇതിന്റെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാത്ത ആളുകളായിരുന്നു. ആ കുട്ടി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയി, പിന്നെ എന്താണ് അതിന്റെ തുടർ നടപടികൾ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇവർക്ക് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇവർക്ക് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ അവിടെ ഈ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മിഥുനും അതുപോലെ മറ്റുള്ളവരൊക്കെ കൂടെ ഉണ്ടാകുമെന്നറിയാം. പക്ഷേ ഒരു മന്ത്രിതലത്തിലുള്ളൊരു പരാതി ഇതിന് വേണ്ടേ? നിലവിൽ ഈ വിഷയം അറിഞ്ഞ സമയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡത്തിന്റെ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കൃത്യമായിട്ടുള്ള ഒരു എന്താണെന്ന് അന്വേഷിക്കാമെന്ന് മാത്രമേ പറഞ്ഞല്ലാതെ ഇതിനെക്കുറിച്ച് പിന്നെ അവരൊന്നും അന്വേഷിച്ചത് പോലുമില്ല. അതിനുശേഷം 2 മണിക്കൂർ കുഞ്ഞ് കാഷ്വാലിറ്റി കിടന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ കുഞ്ഞ് എന്തായാലും നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇനിയും ഇവിടുത്തെ സാധാരണക്കാരാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റാതിരിക്കണമെങ്കിൽ സംഭവം നടന്നതിന് ശേഷം ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെട്ടു അല്ലേ? ഞങ്ങൾ നെറ്റിൽ നിന്ന് അവരുടെ നമ്പർ എടുത്തു, അവർ വിളിച്ചിരുന്നു. മാഡത്തെ കിട്ടിയില്ല. അപ്പം മാഡത്തിന്റെ ഗൺമാൻ എന്ന് പറയുന്ന ഒരാളാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് കാര്യം ധരിപ്പിച്ചു. മാഡം അത്യാവശ്യം എന്തോ തിരക്കിലാണ് എന്ന് പറഞ്ഞു. മാഡത്തെ ധരിപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. പിന്നീട് നമുക്ക് അവിടെയും ഇപ്പൊ നെടുമങ്ങാട് അവിടെ പ്രാദേശിക തലത്തിൽ നേതാക്കളുണ്ടാകും. MLA ഉണ്ടല്ലോ, മന്ത്രിയാണ് അദ്ദേഹം, അനിലുണ്ട്, GR അനിൽ. അവരെയൊക്കെ ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ടോ? ഈ വിഷയം അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് ധരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് നടപടി ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇവർക്ക് നീതി കിട്ടണം. ആ നീതി കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ചിട്ട് ഏതൊക്കെ സംവിധാനം വഴി അവർക്ക് നീതി ലഭിക്കാൻ പറ്റുമോ, ഈ ഹോസ്പിറ്റലിന്റെ അവസ്ഥ മാറ്റാൻ പറ്റുമോ, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് ഉണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പൊ നിലവിലെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞിട്ട് കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിലേക്ക് മടക്കി അയച്ചു അല്ലേ? മറ്റ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ടാകുമല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിനായി കുട്ടിയെ കൊണ്ടുപോയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനി രക്ഷിതാക്കൾ തുടർന്ന് ഈ ഇതിന് ഒരു നടപടി വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുമോ മിഥുൻ? അതോ തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അവരുടെ മാനസികാവസ്ഥ, അവരെ 1.5 വയസ്സായ ഒരു കുഞ്ഞാണ്. അപ്പോൾ നഷ്ടപ്പെട്ടൊരു മാനസികാവസ്ഥ വളരെ
വളരെ ഇപ്പോഴത് വിഷമത്തിലാണ്. പക്ഷെ അവർ അതിന്റെ ഒരു വേദനയിലായിരിക്കാം. പക്ഷെ അല്ലേ പിന്നീട് തുടർന്ന നടപടികളിലേക്ക് കൂടി അവരെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും മിഥുൻ, വളരെ നന്ദി അവിടെ നിന്ന് ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ഈ സംഭവത്തിൽ ഇടപെടുകയും ചെയ്തതിന്. കേരളത്തിൽ ഈ ചികിത്സാപ്പിഴവ് വലിയ വിഷയമായി വരികയാണ്. പലരും ഈ വിഷയം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്ന് കരുതാം. വി വി വിനോദ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി വി വിനോദ്, എന്താണ് ഇനി ഇതിൽ ഉണ്ടാകുക എന്നാണ് വിനോദിന് മനസ്സിലാകുന്നത്? മനു, ഇപ്പോൾ ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട്, അതായത് കുട്ടിയെ രാവിലെ തന്നെ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ പരാതി. കൃത്യമായി അവിടെ പരിചരണം, അത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒന്നാമത് ഇന്ന് ഞായറാഴ്ചയാണ്. മാത്രവുമല്ല പല സമയങ്ങളിലായി ഈ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരോ മറ്റ് ജീവനക്കാരോ ഇല്ല എന്ന നിലയ്ക്കുള്ള പരാതികൾ പല സമയത്തായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ഈ 1.5 വയസ്സുകാരിക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ, കൃത്യമായി ഉള്ള ചികിത്സയോ പരിശോധനകളോ നടന്നില്ല എന്നതാണ് ഒരു പരാതിയായി ഉയർന്നു വരുന്നത്. മറ്റൊന്ന്, കുട്ടിയുടെ മരണം സംഭവിച്ച ശേഷം ഒരുപാട് സമയം, 1 മണിക്കൂറിലധികമെങ്കിലും നടപടികളില്ലാതെ കാഷ്വാലിറ്റിയിൽ തന്നെ സൂക്ഷിച്ചു. അത് അവർക്ക് തീർച്ചയായും വൈകാരികമായി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അവർ ഒരു പ്രശ്നമായി പറയുന്നത്. കാരണം തൊട്ടടുത്ത് തന്നെയാണ് മോർച്ചറി. അവിടേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പോലും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോ ഡോക്ടർമാരോ തയ്യാറായിരുന്നില്ല എന്ന ഒരു പരാതിയാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ കുഞ്ഞിന്റെ മൃതദേഹം കയ്യിലെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. മന്ത്രിയുടെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥനാണ് ഫോൺ എടുത്തത്. അദ്ദേഹം മന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കാം എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നെടുമങ്ങാട് മണ്ഡലമാകട്ടെ GRL വിജയിച്ച മണ്ഡലമാണ്. അദ്ദേഹവും മന്ത്രിയാണ്. അദ്ദേഹമാണ് ആ മണ്ഡലത്തിലെ MLA. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മനു, ഇത് ഒരുപക്ഷെ ഇപ്പം നമ്മളും ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ തേടുന്നു എന്നത് ആണ് ഇപ്പോൾ വിനോദി വാർത്ത പുറത്തു കൊണ്ടുവന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ കുറേ കൂടി വേഗതയിൽ നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയേണ്ടതായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ മിഥുൻ പങ്കുവെക്കുന്നൊരു കാര്യം, രണ്ടാമത് ഈ കുട്ടി മടങ്ങി വന്നിട്ടും പിന്നെയും അതേ അനാസ്ഥ തന്നെ തുടരുന്നു എന്നതാണ്. അതും ഈ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണോ, ഈ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണോ, അതോ ഒരു പൊതു അനാസ്ഥയാണോ ഈ ആശുപത്രിയിലുള്ളത്? മനു, തീർച്ചയായും നമ്മൾ നേരത്തെ ഈ ഡോക്ടർ വന്ദന മരിച്ച സാഹചര്യം നമുക്കറിയാം. സ്വാഭാവികമായും നമ്മൾ അപലപിച്ചതാണ്. ആരോഗ്യ പ്രവർത്തകരുടെ അവരുടെ ഒരു സംരക്ഷണം എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യം തന്നെയാണ്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ചില പോരായ്മകൾ അത് നേരത്തെ ഉണ്ടായിരുന്ന നിലയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. നമുക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നടന്ന നവജാത ശിശുവിന്റെ വിൽപ്പന. അതിൽ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കൊക്കെയും ചില പിഴവുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ മെഡിക്കൽ രേഖകൾ കൃത്യമായി നോക്കിയിരുന്നില്ല, പല പേരുകൾ മാറ്റി പറഞ്ഞിട്ടും അക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞില്ല തുടങ്ങിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആ സമയത്ത് ഉയർന്നു വന്നതാണ്. പിന്നീട് സെക്യൂരിറ്റിമാരുടെ ഈ സമീപകാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഈ സൂചിപ്പിക്കുന്നത്. സെക്യൂരിറ്റിമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ കാഷ്വാലിറ്റിക്ക് സമീപമായി ഒതുക്കി വെച്ചിരിക്കുന്ന വാഹനങ്ങൾ പോലും, അതായത് അപകടത്തിൽപ്പെട്ട ആരെങ്കിലും അവിടെ ചികിത്സയ്ക്ക് എത്തിയാൽ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വളരെ പ്രവേശപ്പെട്ട് അല്ലെങ്കിൽ വെപ്രാളപ്പെട്ട് വരുന്നൊരു സമയമായിരിക്കും. കാരണം ഈ ചികിത്സയിലുള്ള ആളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ പരിഭ്രമത്തോടുകൂടി അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അവർ കൃത്യമായി ചിലപ്പോൾ നോ പാർക്കിംഗ് ആണോ അല്ലയോ എന്നൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അവിടെ പിഴ ചുമത്തുന്നതിന് പകരം പോലീസിനെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കോ പിഴ ചുമത്താനുള്ള സാഹചര്യമുണ്ട്. അതിന് പകരം അവിടെ ഈ വലിയ ചങ്ങല കൊണ്ടുവന്ന് നിരനിരയായിരിക്കുന്ന ബൈക്കുകളുടെ വീലിനടിയിലൂടെ ചങ്ങല പൊട്ടിപ്പോകുന്ന സാഹചര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നീട് മരുന്ന് വാങ്ങാനോ അടിയന്തര സാഹചര്യത്തിൽ ആരിൽ നിന്നെങ്കിലും പണം കടം വാങ്ങാനോ ഒക്കെയും ഈ ബൈസ്റ്റാൻഡർ തിരികെ വരുമ്പോൾ ബൈക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്നില്ലെങ്കിൽ അടുത്തിടത്തേക്ക് പോകാൻ ഒരു ബൈക്ക് വേണ്ടി വരും. അത് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ അവിടെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ, ഈ പൂട്ടിപ്പോകുന്നവരായിട്ട് ആ പ്രദേശത്ത് കാണുകയുമില്ല. പിന്നെ സൂപ്രണ്ട് ഓഫീസിലും സെക്യൂരിറ്റി ഓഫീസിലും ഒക്കെ അലഞ്ഞു നടക്കേണ്ട സാഹചര്യം. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വരുന്നത്. ചികിത്സാ പിഴവ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ പറയാൻ കഴിയില്ല. കാരണം അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും അവിടെ ചികിത്സ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ പരിചരണം ആദ്യഘട്ടത്തിൽ കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ട്. കാരണം കുട്ടി വരുമ്പോഴത്തേക്കും അവിടെ ഈ ആവി കൊടുത്ത് വിടുകയാണ്. അവിടെ കുറച്ചുകൂടി ആ കുഞ്ഞിനെ പരിശോധിക്കാമായിരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും പറയുന്നത്. രണ്ടാമതൊരു കാര്യം, ഈ കുഞ്ഞ് മരണപ്പെട്ട ശേഷം അവിടെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾക്ക് പോലും ജീവനക്കാർ
കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല. അതിന് വളരെ കാലതാമസമുണ്ടായി എന്നതാണ്. മണിക്കൂറുകൾ ആ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറി കാഷ്വാലിറ്റിയിൽ കിടത്തേണ്ടി വന്നു എന്നതാണ് ഒരു പരാതിയായി പറയുന്നത്. ഏതായിരുന്നാലും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇനി മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ MLA-യും ഇപ്പോൾ മന്ത്രിയുമായിട്ടുള്ള GRNൽ അദ്ദേഹത്തിന്റെയും ഒക്കെയും പ്രതികരണങ്ങൾ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നു. മനു, ഏതായാലും വിനോദ്, ഇതിൻ്റെ തുടർ വാർത്തകൾ നമുക്ക് വളരെ കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം വിനോദ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത ചെറിയൊരു സംഭവമല്ല. 1.5 വയസ്സുകാരിക്കാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും പട്ടിക വിഭാഗത്തിലൊക്കെ പെട്ട ആളുകളാണ്, പ്രത്യേക പരിരക്ഷ അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൂടുതൽ നമുക്ക് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ഏതായാലും അതിലേക്കൊക്കെ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വ്യാജരേഖ കേസിൽ കെ വിദ്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. താൻ നിരപരാധിയാണെന്നും വ്യാജരേഖ ചമച്ചിട്ടില്ലെന്നും തനിക്കെതിരെയുള്ള വ്യാജ കേസാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അവിവാഹിതയായ തന്നെ അറസ്റ്റ് ചെയ്താൽ ഭാവിയെ ബാധിക്കുമെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി. അതേസമയം വ്യാജരേഖ കേസിൽ കെ വിധിയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ്. വിദ്യ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി അഗളി പോലീസ് അറിയിച്ചു. കേസ് അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടെങ്കിലും വിദ്യയെ കണ്ടെത്താൻ കഴിയാത്തതിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ബന്ധുക്കൾ വിദ്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനാണ് സൈബർ സെല്ലിന്റെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. വിദ്യയുടെ ചില സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. അതിനിടെ കേസിലെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നാളെ അഗളി ഡിവൈഎസ്പി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അഗളി CI അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും. പോലീസിന്റെ മെല്ലപ്പോക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒരാഴ്ചക്കാലമായിട്ട് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ പോലും കേരള പോലീസിന് കഴിയാതെ വരുമ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കുമ്പോൾ വിദ്യയുടെ കേസിനെ മറച്ചു പിടിക്കാനുള്ള ഒരു സമീപനമായിട്ട് അതിനെ നോക്കിക്കാണുകയാണ്. ഇത് സർക്കാരിന്റെ ഇരട്ട നീതിയാണ്, ഇരട്ടത്താപ്പായി തന്നെ KSU അതിനെ നോക്കിക്കാണുകയാണ്. അതിനിടെ കെ വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നു കൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. ഐക്യം അട്ടിമറിച്ചത് ഗ്രൂപ്പെന്ന് കെ സുധാകരൻ. വിമർശിക്കുന്നവർ നേതൃത്വം നൽകിയപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം വിശ്വസ്തതയ്ക്ക് കളങ്കം വരുത്തുന്നവരുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന് MM ഹസനും പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നാളെ കേരളത്തിലെത്തും. അരിക്കൊമ്പൻ കേരള വനാതിർത്തിക്ക് സമീപം നെയ്യാർ വനമേഖലയിൽ നിന്ന് 6 കിലോമീറ്റർ ആകാശദൂരം മാറിയാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത്. അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്നും കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കന്യാകുമാരി കലക്ടർ അറിയിച്ചു. നെയ്യാർ വനമേഖലയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആകാശദൂരം അകലെ കന്യാകുമാരി വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ. ഇന്നലെ രാത്രി കൂടുതൽ നെയ്യാർ അതിർത്തിയിലേക്കാണ് അരിക്കൊമ്പൻ സഞ്ചരിച്ചത്. പക്ഷെ നെയ്യാർ വനത്തിലേക്ക് എത്താൻ ഇനിയുള്ള പാത ബുദ്ധിമുട്ടേറിയതാണ്. ഇതിനായി ചെങ്കുത്തായ മലകൾ അരിക്കൊമ്പൻ താണ്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നെയ്യാർ വനമേഖലയിൽ എത്താനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നുണ്ട്. കേരള വനംവകുപ്പ് അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണ്. അരിക്കൊമ്പൻ ഇപ്പോൾ നല്ല ആരോഗ്യവാനാണെന്നും ഭക്ഷണവും വെള്ളവും പതിവായി കഴിക്കുന്നുണ്ടെന്നും കന്യാകുമാരി ജില്ലാ കളക്ടർ അറിയിച്ചു. കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ ആശങ്കപ്പെടേണ്ടതില്ല. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വേട്ടവിരുദ്ധ സേനാംഗങ്ങളും അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ PN ശ്രീധർ അറിയിച്ചു. കളക്കാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിന് കീഴിലുള്ള കുരിയരു അണക്കെട്ടിന്റെ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ആനയെ തുറന്നുവിട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3661 രൂപ, ഔൺസിന് 1,13,870 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. 3 മണി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.